അണ്ണാ എന്താടാ നിങ്ങൾ ഇങ്ങോട്ട് വേഗം ഇറങ്ങ്. എന്തോന്ന് ഇവിടെ പിള്ളേരെല്ലാം റെഡിയാണ്. രാവിലെ തന്നെ എല്ലായിടത്തിനും നിരത്തി പിടിച്ചു നിർത്തി കളിയാണ് കളി. വാ ഞാൻ അവിടെ നിക്കാം, നിങ്ങൾ വേഗം ഇറങ്ങ്. ശരി ശരി ഇതാ പറഞ്ഞു. അണ്ണാ ഉമാർക്കൊക്കെ ഭയങ്കര മുട അണ്ണ. നമ്മളെ കാണുമ്പോ ഒരു ബഹുമാനമൊന്നുമില്ല ഉമാർക്ക്. നീയൊക്കെ വന്ന സമയത്ത് പിന്നെ എന്തിന്? അല്ല അങ്ങനെയല്ല, അങ്ങനെയല്ല. കുഴപ്പമില്ല ചേട്ടാ, ഇവര് പറഞ്ഞിട്ടാണ്. ഉമ്മാർക്ക് ഭയങ്കര മോളാ, ഞാൻ തന്നെ ഏൽപ്പിച്ച സത്യ. ഓഹോ ഇരിക്കാൻ മടിയല്ലേ? ചേട്ടാ അത് നടുവേദനയാണ്, അതുകൊണ്ടാണ് ഇരിക്കാത്തത്. ഇവന് പിന്നെ നിക്കാനും ഇരിക്കാനൊക്കെ ഭയങ്കര വരുത്താൻ തന്നെ. ആണ് ഞാൻ തന്നെ വിളിച്ചത്. നീ എവിടെ പോയിക്കൊണ്ടിരിക്കണ? അതെന്ത്, നീ ഇവിടെ ഒന്നുള്ളതല്ലേ? നിനക്ക് ഇതൊന്നും ബാധകമല്ലേ? നീ എവിടെ പോയിക്കൊണ്ടിരിക്കണ? ബാധകമാണോ അല്ലേ? വേറൊരു പണിയല്ല നിക്ക്. പിടി അവിടെ തൊട്ട് ഇവിടെ വരെ അളന്നിട്ടോ. അളന്നിട്ടാടാ അവൻ്റെ വായിന്നോട്ടം. അളക്ക് അളക്ക് അളക്ക്. ഡേയ് കറക്റ്റ് നമ്പർ ഇടണം കേട്ടാ. ആ ഇത് നീ പറ, നിനക്ക് ഇരിക്കാനും നിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? അതെന്തോന്നു? ആ തുണി എന്തിനാ വെച്ചിരിക്കണ? ചേട്ടാ നടുവിലൊരു സർജറി കഴിഞ്ഞ്, അതുകൊണ്ട് തുണി വെച്ചിട്ട് അതിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. അല്ലാതിരുന്ന വേദനിക്കും. ആ എന്നാ അതങ്ങ് എടുത്താണ്. എട്ട് ശരി ഈ ഭാവം തന്നെ. നീ ഒരു കാര്യം ചെയ്, നിക്കേ വേണ്ട ഇരിക്കേ വേണ്ട. ഡേയ് ആന്ന് കാണിച്ചു കൊടുത്താണ്ടാ. പറ്റോ? നോക്കടാ, കൈ നോക്കടാ. ചേട്ടാ സ്പൈനിലാണ് സർജറി കഴിഞ്ഞ, അതുകൊണ്ട് ഒരുപാട് നേരം ഇരിക്കാനും നിൽക്കാനൊന്നും പറ്റത്തില്ല. ഇല്ല ചേട്ടാ, അത് പാടാണ്. നിങ്ങൾ പറഞ്ഞിട്ട് അവന്മാർക്ക് ഇത്ര വിലയില്ല, പിന്നെയാണ് നമ്മൾ പറയുന്നത്. അതിന്റെ കാര്യമല്ല. നീ എന്തിനാണ് അങ്ങേരെ വിളിച്ചോളാം? എനിക്ക് ഇങ്ങനെയൊക്കെ ആവുന്ന എനിക്ക് അറിഞ്ഞൂടായിരുന്നടാ. ഒരു ഗുമ്മാവട്ടെന്ന് വിചാരിച്ചിട്ട് വിളിച്ചിട്ട് വന്നതാണ്. ഇതിപ്പോ നോക്കിയോ, പ്രശ്നമൊന്നും ആവൂല, നീ വിട്. ഞാൻ ഇതിപ്പോ നോക്കിയോ, ഇത് ആദ്യം ഇതൊന്നും ഡീൽ അടിക്കുകയും ചെയ്തു. എടാ നീ ഇങ്ങനെയൊന്നും കരഞ്ഞോണ്ട് കിടക്കാതെ വാടാ, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. എടാ എന്തോന്നടാ, എഴുന്നേറ്റ് വാടേ. എടാ ഇവനെ ഇങ്ങനെ താങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, അവരുടെയും വരട്ടെ. ഓരോ വിദ്യാർത്ഥികളും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് ഒരു കലാലയത്തിലേക്ക് വന്നു ചേരുന്നത്. പക്ഷേ അവിടെയുള്ള മുതിർന്ന വിദ്യാർത്ഥികൾ അവരുടെ വിനോദത്തിനായി ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഈ വന്നുകയറിയ കുട്ടികളുടെ ഭാവിയും ജീവിതവും ഭീഷണിയാവും എന്ന ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഈ റാഗിംഗ് തടയാം. ഡോണ്ട് ബുള്ളി അതേഴ്സ്, ബിൽഡ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അതർ.